ഹലോ, ഇന്നൊരു എയർപോർട്ട് വ്ളോഗാണ് കേട്ടോ. ഞാൻ 5 മാസത്തിന് ശേഷം നാട്ടിലോട്ട് പോവാണ്. 5 മാസത്തിന് ഞാൻ വിസിറ്റിങ്ങിന് വന്നായിരുന്നു ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞു, വിസിറ്റിങ് വിസയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ നാട്ടിലോട്ട് പോവാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, സനു പോകുന്നില്ല. സനുവിന് കുറച്ച് പേപ്പർ വർക്ക്സൊക്കെ ശരിയാവാത്തത് കാരണം സനുവിന് വരാൻ പറ്റിയില്ല. ഞങ്ങൾ ഒരുമിച്ച് വരാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ എനിക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. സനുവിന് കുറച്ചും കൂടി ലേറ്റ് ആവും വരാൻ. എന്തായാലും ഒരു 1 വീക്കിനുള്ളിൽ വരും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ബാഗിൽ എൻ്റെ ഫുള്ള് ലഗേജൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പോകുന്നത് ദുബായ് ടു കൊച്ചിയാണ്. 8:30ക്കായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇറങ്ങി. അധികം ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഉച്ചത്തെ ലഞ്ച്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ പാക്കിങ് കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു. അതങ്ങനെ പാക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ ഇറങ്ങി. ഇതിപ്പോൾ നമ്മൾ ദുബായ് എത്തി കേട്ടോ. ദുബായ് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാനാണ് പോയത്. ഉച്ചത്തെ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ മിറർ കണ്ടപ്പോൾ ഒരു ഫോട്ടോ വീഡിയോ എടുത്തതാണ്. കണ്ണാടി കണ്ടാൽ നമുക്ക് ഫോട്ടോ എടുക്കാണ്ട് വരാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിച്ചു. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് കോഴിക്കോട് റെസ്റ്റോറൻറ്റ് എന്നാണ്. അവിടുത്തെ ബിരിയാണി അടിപൊളിയാണ്. പക്ഷേ ബിരിയാണി ആ സമയത്ത് കഴിഞ്ഞ കാരണം പിന്നെ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ബാഗൊക്കെ എടുത്ത് നമ്മൾ നേരെ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ബാക്കിയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഒരു 7:30 ആയപ്പോൾ കൗണ്ടർ ഓപ്പണായി. ഇവിടെ നമ്മൾ ബസ്സിലാണ് ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളവിടെ എത്തി, ഫ്ലൈറ്റ് കയറിയിട്ട് ഞാൻ സെൻട്രൽ സീറ്റിലോട്ട് ഇരുന്നുണ്ടായിരുന്നത്. വിൻഡോ സീറ്റ് ചോദിച്ചു, പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 8:30 ആയപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു 9 to 10 വരെ കിടന്നുറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ ഫുഡ് കൊടുന്ന് തന്നപ്പോഴാണ് ഞാൻ പിന്നെ നീറ്റത്. ഫുഡ് ഉണ്ടായിരുന്നത് റൈസും ചിക്കൻ കുറുമി പിന്നെ വെണ്ടയ്ക്കേൻ്റെ എന്തോ ഒരു സംഭവം എന്നായിരുന്നു. പക്ഷേ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ബാക്കി റൈസും ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ചായ കൊടുന്നാന്ന് കേട്ടോ. അത് ടീ ആയിരുന്നു. അപ്പോൾ ചായ കുടിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിയിൽ അത്യാവശ്യം നല്ല തിരക്കാണ്. അവിടുന്ന് ഇമിഗ്രേഷൻ കഴിയാനാണ് അത്യാവശ്യം കുറച്ച് ലേറ്റായത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ലഗേജിൻ്റെ അവിടെ പോയി. എൻ്റെ ബാഗ് കിട്ടാനും കുറച്ചധികം ലേറ്റായിരുന്നു. കുറേ നേരം നിന്നിട്ടാണ് ലഗേജ് വന്നത്. അതിനുശേഷം പിന്നെ പുറത്തിറങ്ങി. അപ്പോഴേക്കും എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പുറത്തിറങ്ങിയത് ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ നമ്മൾ വീട്ടിൽ പോയി. അത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച കാരണം അങ്ങനെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നേരെ ഒരു ബൂസ്റ്റ് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി ബൂസ്റ്റ് കുടിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടു. ഏകദേശം ഒരു 5:30 ആകുമ്പോൾ ഞാൻ വീട്ടിലെത്തി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തില്ല സത്യം പറഞ്ഞാൽ. അവിടെ എത്തുന്ന വീഡിയോ എടുത്തു, അല്ലാണ്ട് പിന്നെ കാര്യമായിട്ട് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. ഇനി ബാക്കിയുള്ള വ്ളോഗ് നമുക്ക് നാളെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ കാണാം. നാളത്തെ ഡേ ഇൻ മൈ ലൈഫിൽ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അങ്ങോട്ട് വായിരുന്നല്ലേ. ബൈ.